ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മാഗി യൂസ് ചെയ്തിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ട് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ 2 ക്യാരറ്റ്, ഒരു സവാള, കുറച്ച് ബീൻസ്, പിന്നെ മാഗിയുടെ പാക്കറ്റ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തത് മാഗി കറിയുടെ മാഗി പാക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പച്ചക്കറി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിന്നത്തെ തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് അതിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നോർമലി വെളിച്ചെണ്ണ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതൊരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റണം. നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. ഈ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പച്ചക്കറിക്ക് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഉപ്പിടുന്നത്. അര സ്പൂൺ ഉപ്പ് മതിയാവും. അതിനുശേഷം അര സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് നല്ലോണം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടി പോവാതെ നോക്കണം. ഇനി ഓരോ മസാല പൗഡറുകളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അര സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു 3/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടേണ്ടത് ഗരം മസാലയാണ്. അര സ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് മാഗീൻ്റെ ഉള്ളിൽ തന്നെ മസാല ഉണ്ടാവുമല്ലോ, ഈ പാക്കറ്റ്. ഇതുപോലത്തെ ഒരു 4 പാക്കറ്റാണ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ടോട്ടൽ 8 പാക്കറ്റാണ് ഞാൻ മാഗി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 4 പാക്കറ്റ് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിനുശേഷം പൊടിച്ച് വെച്ച മാഗി നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇട്ടതിന് വേണം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്കിനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് നിരപ്പായ ലെവലിൽ വെള്ളം എത്തുന്നവർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും വെള്ളം ഒഴിക്കുമ്പം ഇതിൻ്റെ മാഗി ഉള്ളതിൻ്റെ സെയിം ലെവലിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കണ്ടോ, സെയിം ലെവലിലാണ് വെള്ളം ഉള്ളത്. അത്രേ വേണ്ടൂ. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു വിധം റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെർഫെക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കണ്ടോ, എല്ലാം പെർഫെക്റ്റാണ്. അങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ട്, കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോയ സോസാണ്. അത് നിർബന്ധമില്ല. സോയ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഒരു മൂടി സോയ സോസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് സോയ സോസ് ഒഴിച്ചാൽ. ഒരു മൂടി സോയ സോസ് നമുക്ക് ഒഴിക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. സോ ഫൈനലി നമ്മളെ മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം.
സോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതേപോലെ നല്ല ടേസ്റ്റാണ്. സാധാരണ മാഗിയുടെ കൂടെ ഉണ്ടാകുന്ന മസാല യൂസ് ചെയ്താൽ ഇത്ര ടേസ്റ്റ് കിട്ടാറില്ല. പച്ചക്കറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. സോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.